ഗൈസ് നമ്മൾ കൊടുങ്കാട്ടിലാണ് ഗൈസ്, കൊടുങ്കാട്ടിൽ. അപ്പോൾ കടികളെ, അപ്പോൾ നമ്മൾ കാടിൻ്റെ അകത്താണ്. റോഡപ്പുറത്തുണ്ട്, ചെറിയ റോഡാണ് കേട്ടോ. അപ്പോൾ നല്ല കയറ്റാണ്, തള്ളി 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 ഇങ്ങനെ ഒരു വിധമായി. അപ്പോൾ കാട് നല്ല പുഴുക്കാണ്, ചൂടല്ല പുഴുക്കാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ചൂടൊന്നുമില്ല. പിന്നെ നല്ല മഴക്കാറുണ്ട്, മഴ അടിക്കാനുള്ള ഉറപ്പായിട്ട് സാധ്യതയുണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ക്ലൈമറ്റാണ്. പക്ഷേ കയറ്റുള്ളതുകൊണ്ട് നമുക്ക് എന്താ പറയുക, തള്ളി കയറേണ്ടി വന്നു. അവിടെ സ്പീഡ് കുറവാണ്. നല്ല കയറ്റങ്ങൾ കിട്ടി. ഇനി അങ്ങോട്ട് ഉണ്ടെന്ന് പറഞ്ഞ കയറ്റം എന്തായാലും കാട് തന്നെയാണ്. പക്ഷേ നമുക്ക് ഭയാനകമായിട്ടുള്ള കാടൊന്നുമല്ല. ജെമിനി പറഞ്ഞ കേട്ടപ്പോൾ ഞാൻ വെച്ച് വലിയ ഇൻട്രസ്റ്റ് കാടാന്നുള്ളത്. പക്ഷെ അത് അടിപൊളിയാണ്. എന്താണ് ബെല്ല നീ ഇങ്ങനെ കിടക്കണേ? എന്താണ് നിന്റെ സമരത്തിൻ്റെ കാരണം കൊണ്ടും പറയാം. ബെല്ലേ നീ സമരം എടുക്കാനുള്ള കാരണം പറ. ആ പേടിച്ചു. ബെല്ലയ്ക്ക് എന്താണ് സമരത്തിന് കാരണം എന്നുള്ളത് ഞാൻ തന്നെ പറഞ്ഞുതരാം. കരയൊന്നും വേണ്ട. ബെല്ല സമരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെല്ലയ്ക്ക് പെഡിഗ്രി വേണ്ട, സാധാ ബിസ്ക്കറ്റ്സ് വേണ്ട, ഉഴുന്നോടെ വേണ്ട, ഇഡലി വേണ്ട, അതൊന്നും വേണ്ട. ബെല്ലയ്ക്ക് ചിക്കനും മീനും മാത്രം മതി. അത് കിട്ടാത്തതിൻ്റെ പിണക്കത്തിലാണ്. കൊടുത്തൊന്നും കഴിച്ചിട്ടില്ല, വെള്ളം മാത്രമേ ആൾ കുടിച്ചിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് അവർക്കുള്ള ഫുഡ് തന്നെ കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ കടികളെ നമ്മൾ അവിടെ നിന്ന് കുറേ ആൾ പോകുന്നു കേട്ടോ. 13 കിലോമീറ്റർ 12 കിലോമീറ്റർ ചുരാന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ കുറേ ഞാൻ തള്ളി വരുന്നു. ഇപ്പോൾ ഒരു വലിയൊരു വളവ് കയറ്റം കയറി ഇങ്ങനെ വന്നാണ്. കഴിഞ്ഞിട്ടില്ല. എൻ്റെ ഇങ്ങോട്ടാണ് തീരുമാനണ്ട. കയറ്റം ഇങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗിയർ സൈക്കിളായാലും ശരി, സൈക്കിൾ ചവിട്ടാനായിട്ട് പറ്റുന്ന കേസല്ല. അപ്പോൾ തള്ളി കയറ്റിക്കൊണ്ട് നിൽക്കാണ്. ഒരു ബുദ്ധിമുട്ടല്ല, സന്തോഷമാണ്. എന്താ കാരണം അറിയോ? ഈ വലിയ കയറ്റം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഇറക്കം കിട്ടുന്നൊരു പ്രതീക്ഷ, അതിനുള്ള സന്തോഷത്തിൽ പോയിക്കൊണ്ട് നിൽക്കുക. അപ്പോൾ എന്തായാലും മൂകാംബിക്ക് ഇനി ഒരു 14-15 കിലോമീറ്റർ ഉള്ളൂ എന്നാണ്. കാരണം ഇവിടെ റോഡിൽ കാണുന്ന ബോർഡുകളൊക്കെ നോക്കുമ്പോൾ ഒരു സ്ഥലത്ത് 15 കിലോമീറ്റർ, രണ്ടാമത്തെ സ്ഥലത്ത് 13, പിന്നെ 16, അങ്ങനെയൊക്കെ കാണണേ. അപ്പോൾ അവിടെ നമുക്ക് വലിയ പിടുത്തില്ല. എന്തായാലും 10-15 കിലോമീറ്റർ നമ്മൾ പ്രതീക്ഷിക്കണം. നെറ്റ്വർക്ക് ഇല്ലാത്തതുകൊണ്ട് വീഡിയോയ്ക്കും പിന്നീട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മൾ കുറേ മല കയറി തള്ളി കയറ്റി വന്ന് ഒരു നിരപ്പായ സ്ഥലം കിട്ടി. എത്ര ദൂരം ഉണ്ടെന്ന് അറിയാൻ പറ്റില്ല. പക്ഷേ ഞാൻ സാധനം കണ്ടു. പേടിയൊന്നുമില്ല. വെല്ലയ്ക്ക് എന്തോ പേടിയുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് പേടിയൊന്നുമില്ല. സാധനത്തെ കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ സാധനം, പുള്ളിപ്പുലി. അപ്പോൾ പുള്ളിപ്പുലി ഉള്ള ഏരിയ ആണ്. അല്ല ഇതികൂടെയൊക്കെ പുള്ളിപ്പുലി വന്നു കഴിഞ്ഞാൽ പുള്ളിപ്പുലി ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഒന്നും ചെയ്യൊന്നുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ശരീരത്തിൽ ആകെ 52-50 കിലോ ഇറച്ചിയുള്ളൂ. അതിൽ പകുതി എല്ലും. ബെല്ല ആകെ 5-6 കിലോ ഉള്ളൂ. അതിലെല്ലാം പോയി കഴിഞ്ഞാൽ 2-3 കിലോ. ഇതേപോലത്തെ 500-1000 കിലോ സാധനത്തിലേക്ക് വേണ്ടത് 100 കിലോ ഇറച്ചിക്ക് വേണ്ട. നമ്മളത്തില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ വെറുതെ വിട്ടൊന്നും വരും. എന്തായാലും അതിനേരം നിൽക്കണില്ല, വേഗം പോട്ടെ. അപ്പോൾ എന്തെങ്കിലും മുന്നോട്ട് തന്നെ പോവാം.